നമസ്കാരം. ഭരണം അവസാനിക്കുന്നതിന് മുന്നേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നതും പറ്റുന്ന അത്രയും വിദ്യാഭ്യാസമില്ലാത്ത ഇടതുപക്ഷ പ്രവർത്തകരെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ബോർഡുകളിൽ ഒക്കെ തിരികെ കയറ്റാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. അത് മുളയിലെ ഹൈക്കോടതി തന്നെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളികളും പരിമിതികളും മറികടന്ന് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 2 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്. കൊച്ചിയിൽ നടന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമ്പോഴാണ് മന്ത്രിയുടെ ഈ തുറന്ന പറച്ചിൽ. കഴിഞ്ഞ 9 വർഷമായി പിണറായി സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ച മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇടത് വിദ്യാഭ്യാസ വിദഗ്ധരും സ്ഥിരമായി നടത്തുന്ന വാഗ്ദാനം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കോൺക്ലേവിൽ ആവർത്തിച്ച് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മൂക്കിന് താഴെ കേരള യൂണിവേഴ്സിറ്റിയിൽ താത്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ കൺവീനർ ഡിവൈഎഫ്ഐ നേതാവായിരുന്നു. പ്രൊഫസർ അല്ലാത്ത അധ്യാപനം എന്താണെന്ന് പോലും അതിനെക്കുറിച്ച് ഒരു ധാരണ പോലുമില്ലാത്ത, വിദ്യാഭ്യാസം പോലുമില്ലാത്ത, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് സുഖിച്ചു കഴിയുന്ന ഒരു പറ്റം ഡിവൈഎഫ്ഐ വ്യക്തിയെ, അതായത് ഡിവൈഎഫ്ഐ നേതാക്കളെ, ആ സംഘടനയിലുള്ള ഒരു വ്യക്തിയെയാണ് ഇന്റർവ്യൂ ബോർഡിന്റെ തലവനായി നിയമിച്ച് നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് പറയുന്നത് കേരളത്തെ മികവിന്റെ വിദ്യാഭ്യാസ ഹബ്ബാക്കുമെന്ന്. എന്താണ് വിദ്യാഭ്യാസം, എന്താണ് കോളേജ്, എന്താണ് അധ്യാപകനം എന്ന് പോലും അറിയാത്ത ഡോക്ടർ ബിന്ദുവാണ് കേരളം ഭരിക്കുന്നത്, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ അതുകൊണ്ട് തന്നെ തേരാപ്പാല നടക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയൊക്കെ പിടിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടിരുത്തും എന്നതിൽ ഞെട്ടേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഡിവൈഎഫ്ഐ നേതാവ് JS ഷിജു ഖാനെ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിലാണ് സർക്കാർ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഹൈക്കോടതി സംയോജിതമായി ഇടപെട്ട് ഷിജു ഖാന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റാങ്ക് പട്ടിക വലിച്ചു കയറി പുറത്തേക്കെറിഞ്ഞു. മതിയായ യോഗ്യതയോ അധ്യാപന പരിചയമോ ഇല്ലാത്ത പാർട്ടിക്കാരെ കുത്തി നിറച്ച സർവകലാശാല എങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളാകുമെന്ന് മന്ത്രി പറയുന്നില്ല. UGC നിർബന്ധ പ്രകാരം VCയോ VC ചുമതലപ്പെടുത്തുന്ന സീനിയർ പ്രൊഫസറായ അധ്യാപകനോ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ എന്ന് UGC വ്യക്തമായി പറയുന്നുണ്ട്. സ്ഥിര അധ്യാപക നിയമനത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും യോഗ്യതകളും ഗസറ്റ് നിയമങ്ങളിലും പാലിക്കണമെന്ന് UGC വ്യവസ്ഥയുണ്ട്. അനധ്യാപകരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അധ്യാപക ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് UGC വിലക്കിയിട്ടുമുണ്ട്. നിലവിലെ UGC മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്ന നാട് എങ്ങനെ മികവിന്റെ ഹബ്ബാകുമെന്നാണ് ഈ രംഗത്തെ സാമാന്യ ബോധമുള്ളവർ, സാമാന്യ വിവരമുള്ള ആളുകൾ ചോദിക്കുന്നത്. കേരളയിൽ ഗസറ്റ് അധ്യാപക നിയമനത്തിന് 500ഓളം പേരാണ് അപേക്ഷകരായി ഉണ്ടായിരിക്കുന്നത്. നിയമിക്കപ്പെടുന്നവർക്ക് 4 വർഷം ബിരുദ കോഴ്സിന്റെ നിലവിൽ ബാച്ച് പൂർത്തിയാക്കുന്നതുവരെ തുടരാനാകും. ഗസറ്റ് അധ്യാപകന പരിചയം ഭാവിയിൽ റെഗുലർ നിയമനത്തിനുള്ള മുൻപരിചയമായി കണക്കിലെടുക്കുകയും ചെയ്യും. പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടി നേതാവ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് ഇതെല്ലാം പരിഗണിച്ചാണ്. CPM-കാരായ പാർട്ടിക്കാരെ കുത്തി നിറച്ച സർവകലാശാലകളിൽ നിന്ന് PhDയും മറ്റ് ഉന്നത ബിരുദങ്ങളും നേടുന്ന മിക്ക രാഷ്ട്രീയക്കാരുടെയും ഗവേഷണ പ്രബന്ധങ്ങളെ ആസ്പദമാക്കി ട്രോളുകളും കോമഡി പരിപാടികളും നാടാകെ ആഘോഷിക്കുകയാണ്. വാഴക്കുല പ്രബന്ധങ്ങൾ എന്നിവയാണ് ഇപ്പോൾ ആഘോഷത്തിൽ അറിയപ്പെടുന്നത്. പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെ നിയമിക്കാനായി റാങ്ക് പട്ടികകൾ ശീർഷാസനത്തിലാക്കുന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പതിവ് പരിപാടിയാണ്. കാലടി സർവകലാശാലയിൽ മലയാള ഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാനുള്ള റാങ്ക് പട്ടിക ശീർഷാസനം ചെയ്തുവെന്ന് സെലക്ഷൻ കമ്മിറ്റിയിൽ സബ്ജക്ട് എക്സ്പെർട്ടായി പങ്കെടുത്ത പ്രൊഫസർ ഉമർ തറമേൽ ഫേസ്ബുക്കിൽ കുറിച്ചത് വൻ വിവാദമായിരുന്നു. മന്ത്രി പത്നിയെ നിയമിക്കാനാണ് റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചത്. തന്റെ വിമർശനവും വിയോജിപ്പും സർവകലാശാലയെ അറിയിച്ചുവെന്നും ഇനി ഈ പണിക്കില്ലെന്നും ഉമർ തറമേൽ അന്ന് തുറന്നു പറഞ്ഞതാണ്. ഇത്തരം ശീർഷാസന പ്രക്രിയകൾ നിരന്തരം നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ മികവിന്റെ കേന്ദ്രമാക്കുമെന്ന് ആർക്കും അറിയില്ല. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭരണം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. മിക്ക യൂണിവേഴ്സിറ്റികളിലും വർഷങ്ങളായി വൈസ് ചാൻസലർമാരില്ല. താത്കാലിക VC ഭരണമാണ് ഒട്ടുമിക്ക സർവകലാശാലകളിൽ നടക്കുന്നത്. എന്നിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ബഡായി പറച്ചിൽ നിർബാധം തുടർന്നത്. സർവകലാശാലകളിൽ VCമാരെ നിയമിക്കാൻ ഗവർണർ യോഗ്യത അനുസരിച്ച് UGC പറഞ്ഞ ചട്ടങ്ങൾ അനുസരിച്ച് എല്ലാം തയ്യാറാക്കി പുറത്തേക്ക് വിടുമ്പോൾ SFI അതിനെ തടയിടാനായിട്ട് വരുന്നു. എന്നിട്ട് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ 24 മണിക്കൂറും പാർട്ടി കൊടിയും പിടിച്ച് വാഹനങ്ങൾ അടിച്ചു പൊളിക്കാനും അധ്യാപകരുടെ കസേര പുറത്തെടുത്ത് കത്തിക്കാനും ഒക്കെ നടക്കുന്ന ഈ വേട്ടാവളിയന്മാര് എന്തിനാണ് വിദ്യാഭ്യാസ മേഖലയെ കൈവയ്ക്കുന്നത്? ആർഷയുടെയൊക്കെ
PGയും ഡിഗ്രിയും ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മിക്കതും ആന മുട്ടകളായിരിക്കും നിൽക്കുന്നത്. ഓരോ മുട്ടയുടെ എണ്ണം കൂടിക്കൂടി വരും. ആർഷയ്ക്കയുടെ മുട്ടയുടെ എണ്ണം കൂടുമ്പോൾ വിപണിയിൽ മുട്ടയ്ക്ക് വില കൂടും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവസാനം ഇവരൊക്കെ ജയിച്ചു പോട്ടെ എന്ന ഇതിലായിരിക്കും അധ്യാപകരിട്ട് കൊടുക്കുന്നത്. അധ്യാപകരുടെ ഔദാര്യമാണ് ഒരു മിനിമം മാർക്കറ്റ് ജയിപ്പിച്ചു വിടുന്നത്. മന്ത്രി ആർ ബിന്ദുവിനെയൊക്കെ പോലും ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ഇരിക്കാനുള്ള യോഗ്യതയില്ല. കുട്ടികൾ ബിന്ദുവിന്റെ ക്ലാസ് കണ്ട് മടുത്തത് കൊണ്ടായിരിക്കും, അവർ തല കൈവച്ച് എന്തോ ഒരു പ്രാർത്ഥനയുടെ ഭാഗ്യമായിരിക്കും ഒരു പണിയുമില്ലാതെ ആ വിദ്യാഭ്യാസ കസേരയിൽ ചെന്ന് ഇരിക്കുന്നത്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ നാളെ SFI പിള്ളേരോ അല്ലെങ്കിൽ DYFIയുടെ ഒക്കെ ഒരു പണിയുമില്ലാതെ സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ച് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തിന്നുകൊടുത്തിരിക്കുന്ന DYFIയുടെ പിള്ളേരായിരിക്കും നാളെ ചോക്കുമേന്തി സ്കൂളുകളിൽ അഥവാ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ വരുന്നതെങ്കിൽ വിദ്യാഭ്യാസം അതപ്പതിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.